മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ വ്യക്തിയുടെ പ്രിൻസിപ്പിൾ നമ്മൾ പരിചയപ്പെട്ടു. 4 പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ 4 പ്രിൻസിപ്പിൾസ് നമ്മൾ പരിചയപ്പെട്ടു. അത് ഇറക്കിയത് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആണ്. അത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇനി രണ്ടാമത്തെ വ്യക്തി, ഇനി ഒരാളുടെയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഹെൻറി ഫയോള് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, ഹെൻറി ഫയോള് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നാണ് ഹെൻറി ഫയോളിനെ അറിയപ്പെടുന്നത്. നമ്മുടെ FW ടൈലറിനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണെങ്കിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. ഇദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ മാനേജ്മെന്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് പരിചയപ്പെടാം. ഹെൻറി ഫയോളിനെയാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം മൊത്തത്തിൽ 14 പ്രിൻസിപ്പിള് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, 14 പ്രിൻസിപ്പിൾ ആണ് മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. 14 പ്രിൻസിപ്പിൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിളിനകത്ത് തന്നെ പറഞ്ഞപ്പോൾ ഡിവൈഡ് ചെയ്യുക, വർക്കിനെ എന്ത് ചെയ്യുക, ആ ഒരു പ്രിൻസിപ്പിളിനകത്ത് തന്നെ പറഞ്ഞപ്പോൾ വർക്കിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുക എന്ന് നോക്കാം. ഡിവൈഡിങ് എ കോംപ്ലക്സ് ടാസ്ക് ഇൻടു സ്മാൾ ടാസ്ക്. ഒരു വലിയ ടാസ്കിനെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ടാസ്കുകളാണ്. ഒരു വലിയ ജോലിയെ ചെറിയ ചെറിയ ജോലികളായിട്ട് വീതിച്ചു കൊടുക്കുക. ഇതിനെയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിള് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഡിവൈഡിങ് എ കോംപ്ലക്സ് ടാസ്ക് ഇൻടു സ്മാൾ ടാസ്ക്. ഒരു വലിയ ടാസ്കിനെ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇത് നമ്മളെ ഒരു മാർക്കിന് ഒരു ചോദ്യം ചോദിക്കും, ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? അതിന്റെ ഉത്തരമാണ് സ്പെഷ്യലൈസേഷൻ. ഓരോ വർക്കിലും നമുക്ക് സ്പെഷ്യലൈസ് ആകാൻ പറ്റുന്നു. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പരിചയപ്പെടാം. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡർ ടു ദ സബോർഡിനേറ്റ്. നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, ഓർഡറുകൾ കൊടുക്കാനുള്ള അവകാശത്തെയാണ് അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത്. ദ റൈറ്റ് ടു ഗീവ് ഓർഡർ ടു ദ സബോർഡിനേറ്റ്. സബോർഡിനേറ്റിന് ഓർഡർ കൊടുക്കാനുള്ള അവകാശത്തെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ദ റൈറ്റ് ടു ഗീവ് ഓർഡർ. ഇനി രണ്ടാമത്തെ കാര്യമാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ ടു ഡു ദ വർക്ക്. സബോർഡിനേറ്റിന് ഉണ്ടായിരിക്കേണ്ടതാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം. ഇറ്റ് ഈസ് ദ ഒബ്ലിഗേഷൻ, കടമയാണ്. ടു ഡു ദ ജോബ് അല്ലെ വർക്ക്, ഒരു ജോലി ചെയ്ത് തീർക്കാനുള്ള സബോർഡിനേറ്റിന്റെ കടമയാണ്, ഒബ്ലിഗേഷനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ടു ഡു ദ വർക്ക്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. ഡിസിപ്ലിൻ എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. ഡിസിപ്ലിൻ, അച്ചടക്കം. ഓക്കെ, അതിനകത്ത് എന്താണ് നമ്മുടെ ഫയോള് മുന്നോട്ട് വെക്കുന്നതെന്ന് നോക്കിക്കോളാം. ഒബീഡിയൻസ് ടു ദ ഓർഗനൈസേഷണൽ റൂൾ. എവരി എംപ്ലോയി ഷുഡ് ബി ഒബീഡിയന്റ്. എല്ലാ എംപ്ലോയീസും എന്തായിരിക്കണം? ഒബീഡിയന്റ് ആയിരിക്കണം, അച്ചടക്കമുള്ളവരായിരിക്കണം. അല്ലെ എന്താ, നല്ല രീതിയിൽ ഓർഗനൈസേഷണൽ റൂൾസ് അതിനനുസരിച്ച് പെരുമാറുന്നവരായിരിക്കണം എല്ലാ എംപ്ലോയീസും. അത് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിസിപ്ലിൻ. ഓക്കെ, അപ്പൊ നാലാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ. യൂണിറ്റി ഓഫ് കമാൻഡ്. ഇതിനെ അറിയപ്പെടുന്ന ഒരു പേരാണ് വൺ മാൻ വൺ സുപ്പീരിയർ. ഓക്കെ, ഇതിനെ അറിയപ്പെടുന്ന ഒരു പേരാണ് വൺ മാൻ വൺ സുപ്പീരിയർ എന്ന് പറയും. വൺ മാൻ വൺ സുപ്പീരിയർ. ഈ ഒരു പ്രിൻസിപ്പിളിനെ ഞാൻ അറിയപ്പെടാൻ കാരണം എന്താ, അല്ലെ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സബോർഡിനേറ്റ്, നമ്മളുടെ താഴെയുള്ള ഒരു സബോർഡിനേറ്റ് അല്ലെ ഓർഗനൈസേഷൻ ജോലി ചെയ്യുന്ന ഏത് എംപ്ലോയി ആയിക്കോട്ടെ, അദ്ദേഹം ഒരു സുപ്പീരിയറിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാവൂ. ഒരു എംപ്ലോയീസിന് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഓർഡറുകൾ വാങ്ങിക്കുന്നതില് അല്ലെ കിട്ടുന്നതില് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകും. ജോലി ചെയ്യുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരു എംപ്ലോയിക്ക് ഒരു സുപ്പീരിയർ, വൺ മാൻ വൺ സുപ്പീരിയർ എന്നാണ് ഈ പ്രിൻസിപ്പിളിനെ
അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ നാലാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പരിചയപ്പെട്ടു, യൂണിറ്റി ഓഫ് കമാൻഡ്. ഇനി നമുക്ക് അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ പരിചയപ്പെടാം, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. ഓക്കെ, അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ആണ് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ അതെന്തോ പറയുന്നത് വെച്ചാൽ സെയിം കണ്ടന്റ് തന്നെയാണ്. ഇതിനെ അറിയപ്പെടുന്നത് വൺ പ്ലാൻ വൺ ഹെഡ്, അല്ലെ വൺ ഹെഡ് വൺ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ കാര്യം ചെയ്തു തീർക്കാനും ഓരോ ഹെഡിനെ വെച്ച് നിയമിക്കുക. ഓരോ പ്രവൃത്തി ചെയ്തു തീർക്കാനും അല്ലെ ഓരോ വർക്ക് ഓരോ ഗ്രൂപ്പ് ഓഫ് ജോബ്സ് ചെയ്തു തീർക്കാനും ഓരോ ഹെഡിനെ വെച്ച് നിയമിക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഡയറക്റ്റ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഓരോ ഹെഡിനെ ഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അടുത്ത കാര്യം നോക്കാം, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് അടുത്ത പ്രിൻസിപ്പിൾ. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതെന്താന്ന് പറഞ്ഞാൽ, ആ ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ എന്തിന് താല്പര്യം കൊടുക്കണം, പ്രയോറിറ്റി ടു ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ്. നമ്മൾ അല്ലെ എംപ്ലോയീസ് കൂടുതൽ പ്രാധാന്യം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓർഗനൈസേഷന്റെ താല്പര്യങ്ങൾക്കായിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? നമ്മുടെ താല്പര്യങ്ങൾക്കല്ല, ഓർഗനൈസേഷൻ ആയിരിക്കണം നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എപ്പോഴും ഓർഗനൈസേഷൻ ആയിരിക്കും. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്ക് ഏഴാമത്തെ പ്രിൻസിപ്പിൾ പരിചയപ്പെടാം, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ റെമ്യൂണറേഷനെ കുറിച്ച് പറയും. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കുക, അല്ലെ കൂലിയെ പറ്റി പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇതിൽ പറയുന്നത്. ഒരു റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ, എംപ്ലോയിക്ക് കൂലി കൊടുക്കുമ്പോൾ, സാലറി കൊടുക്കുമ്പോൾ അല്ലെ വേജസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, ഇക്വറ്റബിൾ ആയിരിക്കണം, എല്ലാവർക്കും തുല്യമായുള്ള കൂലി, ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരേ റാങ്കിലുള്ളവർക്ക് ഒരേ കൂലി കൊടുക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, ഫെയർ ആയിരിക്കണം, ന്യായമായ കൂലി ആയിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കണം റെമ്യൂണറേഷൻ കൊടുക്കുമ്പോൾ ഈ പ്രിൻസിപ്പിൾ പ്രകാരം നോക്കേണ്ടത്. അതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്ക് എട്ടാമത്തെ പ്രിൻസിപ്പിൾ പരിചയപ്പെടാം, സെൻട്രലൈസേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എട്ടാമത്തെ പ്രിൻസിപ്പിൾ. എന്താണ് സെൻട്രലൈസേഷൻ, എന്താണ് ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി എവിടെ നിലനിൽക്കുന്നു, ദ കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ. കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാല് അധികാരം ടോപ്പ് ലെവൽ. നമ്മൾ പഠിച്ചായിരുന്നു പല ലെവൽസിലുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, ടോപ്പ്, മിഡിൽ, ലോവർ. അതിൽ അധികാരം എവിടെ നിൽക്കുന്നു, എവിടെ മാത്രം നിൽക്കുന്നു, അധികാരം ടോപ്പിൽ മാത്രം നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൻട്രലൈസേഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അധികാരം ടോപ്പ് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അപ്പോൾ രണ്ടാമത്തെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, ദ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ദ ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. എങ്ങോട്ടേക്ക് വീതിച്ചു കൊടുത്തേക്കുന്നു, അതോറിറ്റി എങ്ങോട്ടേക്ക് പോയേക്കുന്നു, ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു. എങ്ങോട്ടേക്ക്? ടു ദ ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, താഴേക്ക് പോയേക്കുന്നു. ടോപ്പ് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ എന്ത് ചെയ്തിരിക്കുന്നു, ലോവർ ലെവൽസ് മാനേജ്മെന്റിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, അധികാരം വീതിച്ച് കൊടുത്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മുടെ എട്ടാമത്തെ പ്രിൻസിപ്പിള് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എട്ടാമത്തെ പ്രിൻസിപ്പിള് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? 5 മുതൽ +2 വരെയുള്ള എല്ലാ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പിൽ. ഇതു പാഠശാല, ഇതു ധർമ്മശാല. ഓക്കെ, നമ്മുടെ 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്, കാരണം ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം. സ്കെലാർ ചെയിൻ എന്താണ്? അതിന്റെ കൂടെ തന്നെ നമുക്കൊരു കൺസെപ്റ്റും പഠിക്കാനുണ്ട്, ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇത് രണ്ടും ഒരുമിച്ചാണ് ചോദിക്കുന്നത്. സ്കെലാർ ചെയിൻ എന്താണ്, ഗാങ് പ്ലാങ്ക് എന്താണ്? പറയാം. സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, സ്കെലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമൽ അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അധികാരം പോകുന്ന വഴി. ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യുന്നു, അധികാരം പോകുന്നു, അല്ലെ അധികാരം ഡിസ്പേഴ്സ് ചെയ്യുന്നു. ഇതിനെയാണ് സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. There should be an established chain of command. ഒരു ചെയിൻ വഴി
ഒരു ഹയസ്റ്റ് ടു ലോവസ്റ്റ് ഒരു ചെയിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, എന്തേലും ഒരു നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ കമാൻഡോ എന്ത് കാര്യമായാലും ആദ്യം ഏറ്റവും മുകളിലുള്ള ആൾ അയാൾ അടുത്ത ആളെടുത്ത് പറയുന്നു, അങ്ങനെ ഒരു ചെയിൻ വഴിയാണ് ഇത് താഴോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്, ഫ്രം ദ ടോപ്പ് ലെവൽ ടു ദ ബോട്ടം. ഓക്കെ, താഴെ നിന്ന് മുകളിലേക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ടോപ്പിൽ നിന്നും എന്താ ബോട്ടത്തിലേക്ക് പോകുന്നു. ഓക്കെ, അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തെ കൺസെപ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. ഇതിലൊരു കൺസെപ്റ്റ് ആണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ സെയിം റാങ്ക്, ദ പേഴ്സൺസ് ഹു ഹാവ് സെയിം റാങ്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ എമർജൻസി സിറ്റുവേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടണം, അല്ല എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി. ആ എമർജൻസി സിറ്റുവേഷനിൽ ഒരേ റാങ്കിലുള്ള രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനെയാണ് ഗാങ് പ്ലാങ്ക്. ഓക്കെ, ഇതൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ പറഞ്ഞു തരാം. ഇതിനെയാണ് ഗാങ് പ്ലാങ്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ ഉണ്ട്. ഈ എ എന്ന് പറയുന്ന സുപ്പീരിയർ നമ്മുടെ സ്കെലാർ ചെയിൻ പ്രകാരം ഒരു നിർദ്ദേശം കൈമാറുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഈ ഉള്ളത് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് കരുതിക്കോ, ഈ ഉള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റാ. ഈ എ എന്ന് പറയുന്ന സുപ്പീരിയർ ഒരു നിർദ്ദേശം കൈമാറുമ്പോൾ എ ആദ്യമേ ബി യുടെ അടുത്ത് പറയുന്നു, ബി സി യുടെ അടുത്ത് പറയുന്നു, സി ഡി യുടെ അടുത്ത് പറയുന്നു. ഇങ്ങനെയാണ് ചെയിൻ ഓഫ് കമാൻഡ് സ്കെലാർ ചെയിൻ പ്രകാരം ആ ഒരു നിർദ്ദേശം കൈമാറുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെടുത്താലും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എ എക്സിന്റെ അടുത്ത് പറയുന്നു, എക്സ് വൈയുടെ അടുത്ത് പറയുന്നു, വൈ ഇസഡിന്റെ അടുത്ത് പറയുന്നു. എങ്ങനെയാണ് ചെയിൻ ഓഫ് കമാൻഡ് പ്രകാരം പോകുന്നത്. എന്നാൽ ഇങ്ങനെ പോകുന്നത് വഴി നമുക്ക് ഒരുപാട് സമയം കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടും. ഈ ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ കൊണ്ടുവന്നത്, അല്ല ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഈ ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റില് സെയിം റാങ്കിലുള്ള രണ്ട് വ്യക്തികൾക്ക് എമർജൻസി സിറ്റുവേഷനിൽ കോണ്ടാക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാല് ഈ ഒരു സ്ഥാപനത്തില് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി. ഡിക്കും സിക്കും ഇസഡിനും ഒരേ റാങ്ക്, ഡിക്കും ഇസഡിനും ഒരേ റാങ്കാണ്. അവർക്ക് തമ്മിൽ എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ സിക്കും വൈക്കും ഒരേ റാങ്ക് ആയിരിക്കും, അവർക്ക് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാം. ബിക്കും എക്സിനും ഒരേ റാങ്ക് ആയിരിക്കും, അവർക്ക് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാം. സ്കെലാർ ചെയിൻ ആണ് പറഞ്ഞു തന്നത്. എയ്ക്കും ബിക്കും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാം, ബിക്കും സിക്കും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാം, ഡിക്കും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാം. എന്നാൽ ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നതിൽ സെയിം റാങ്കിലുള്ള ഈ ഒരു സംവിധാന പ്രകാരം സെയിം റാങ്കിലുള്ള രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഡി ടു ഇസഡ്, സി ടു വൈ, ബി ടു എക്സ്. ഇത് എന്താ, നമുക്ക് സമയം ലാഭിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടത്. ഇതിനെയാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഗാങ് പ്ലാങ്ക് ദ സെയിം റാങ്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷനിൽ ഒരേ റാങ്കിലുള്ള രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ എന്ത് ചെയ്യാം, പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് നമ്മുടെ 9ാമത്തെ പ്രിൻസിപ്പിൾ സ്കെലാർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് തൊട്ടടുത്ത പ്രിൻസിപ്പിളിനകത്തോട്ട് പോകാം. 10ാമത്തെ പ്രിൻസിപ്പിൾ ഓർഡർ എന്ന് പറയുന്നതാണ്. ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് 10ാമത്തെ പ്രിൻസിപ്പിൾ. എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാല്, പീപ്പിൾ ആയാലും മെറ്റീരിയൽസ് ആയാലും ആളുകളായാലും മറ്റ് സാധനങ്ങളോ പ്രൊഡക്റ്റോ എന്തോ ആയിക്കോട്ടെ, മെഷീൻസോ എന്തോ ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസസ്. ഇറ്റ് ഷുഡ് ബി അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസസ്. ശരിയായുള്ള സ്ഥലത്തായിരിക്കണം. അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം, ശരിയായുള്ള സമയത്ത് ശരിയായുള്ള സ്ഥലത്തായിരിക്കണം. ആളുകളായാലും വ്യക്തികൾ ആരോ ആയിക്കോട്ടെ, അവര് കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് ഉണ്ടായിരിക്കണം. ഇത് കാരണം നമുക്ക് എഫിഷ്യൻസി കിട്ടും. നമ്മുടെ പ്രൊഡക്ഷനിൽ എഫിഷ്യൻസി, അല്ല നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യക്ഷമതയോടെ കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുവഴിയാണ് നമുക്ക് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി തൊട്ടടുത്ത പ്രിൻസിപ്പിളാണ് ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മാനേജേഴ്സ് മസ്റ്റ് ബി ജസ്റ്റ് ആൻഡ് കൈൻഡ് ടു വർക്കേഴ്സ്. നമ്മുടെ മാനേജർമാര് ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിനോട് ജസ്റ്റ് ആൻഡ് കൈൻഡ്, അവരെല്ലാം നല്ല രീതിയിൽ പെരുമാറണം, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, ഇക്വിറ്റബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്ന. മാനേജേഴ്സ് മസ്റ്റ് ബി ജസ്റ്റ് ആൻഡ് കൈൻഡ് ടു ദ വർക്കേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്താന്ന് നോക്കാം. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. അടുത്ത പ്രിൻസിപ്പിൾ ആണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. ഈ പേഴ്സണൽ എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് നോക്കുക, PERSONNEL. നമ്മുടെ പേഴ്സണൽ, മറ്റേ പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ എന്നുള്ള, എന്നാൽ ഇവിടെ NNE അല്ല. എന്ന് വെച്ചാൽ ഈ പേഴ്സണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് എന്നുള്ളതാണ്. എംപ്ലോയീസ്
ജോലിക്കാർ എന്നുള്ളതാണ് ഇത് കൊണ്ട് തരും. ഇപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, നമ്മുടെ ജോലിക്കാർക്ക് അല്ലെ എംപ്ലോയീസിന് എന്തുണ്ടായിരിക്കണം? സ്റ്റെബിലിറ്റി, സ്ഥിരതയുണ്ടായിരിക്കണം. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ എന്തോന്ന് നോക്കാം. വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫ്രീക്വൻലി. നമ്മുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഷുഡ് നോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു ജോലിയിൽ നിന്നും വൺ ജോബ് ടു അനദർ, ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഫ്രീക്വന്റ് ആയിട്ട് തുടർച്ചയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റിയാൽ, തുടർച്ചയായിട്ട് അങ്ങനെ മാറ്റിയാൽ നമ്മുടെ സ്ഥാപനത്തില് ലേബർ ടേൺ ഓവർ ഉണ്ടാവും, ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങും. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുക? സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത്. നമ്മുടെ എംപ്ലോയീസിന് സ്ഥിരത, അവരെ സ്ഥിരമായിട്ടൊരു ജോലിയിൽ തന്നെ നിലനിർത്തുക, ഫ്രീക്വന്റ് ആയിട്ട് മാറ്റാതിരിക്കുക. ഓക്കെ, അതാണ് 12ാമത്തെ പ്രിൻസിപ്പിൾ, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. നെക്സ്റ്റ് 13ാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. എന്താണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ? ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻകറേജ്മെന്റ് കൊടുക്കുക. മാനേജേഴ്സ് എന്ത് ചെയ്യുക? വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യുക ടു കംപ്ലീറ്റ് ദെയർ വർക്ക്. അവരുടെ ജോലി ചെയ്തു തീർക്കാൻ, അല്ല അവരുടെ ഒരു ടാസ്ക് ചെയ്തു തീർക്കാൻ ആ വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യുക മാനേജേഴ്സ്. അതാണ് 13ാമത്തെ പ്രിൻസിപ്പിൾ. മാനേജേഴ്സ് എൻകറേജ് വർക്കേഴ്സ് ടു കംപ്ലീറ്റ് ദെയർ ടാസ്ക്. ഓക്കെ, അടുത്ത നമ്മുടെ അവസാനത്തെ പ്രിൻസിപ്പിൾ ഹെൻറി ഫയോളിന്റെ 14ാമത്തെ പ്രിൻസിപ്പിൾ ആണ് എക്സ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. എക്സ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് 14ാമത്തെ പ്രിൻസിപ്പിൾ. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒരുമിച്ച് നിന്നാലേ നമുക്ക് എന്താ, ഒറ്റ കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. ഇതൊരു ടീം സ്പിരിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ് എ ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, ഒരുമിച്ച് നിൽക്കുക, ആൻഡ് ഹാർമണി, ഒത്തൊരുമയോടുകൂടി നിൽക്കുക എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസ് എല്ലാം കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് ഓർഗനൈസേഷന് നേട്ടങ്ങൾ കൈവരിച്ചു കൊടുക്കുക. ഇതാണ് 14ാമത്തെ പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഓക്കെ, എസ്പിരിറ്റ് ഡി കോപ്സ്. അപ്പം നമ്മൾ 14 പ്രിൻസിപ്പിളും പരിചയപ്പെട്ടു. നമ്മുടെ ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിളാണ്. ഹെൻറി ഫയോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. അദ്ദേഹം 14 പ്രിൻസിപ്പിളാണ് മുന്നോട്ട് വെക്കുന്നത്. 1ാമത്തെ പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക്, 2ാമത്തെ പ്രിൻസിപ്പിൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, 3ാമത്തത് ഡിസിപ്ലിൻ, 4ാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്, 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 6ാമത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ജനറൽ ഇൻട്രസ്റ്റ്, 7ാമത്തത് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, 8ാമത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, 9ാമത്തത് സ്കെലാർ ചെയിൻ. അതിനൊപ്പം തന്നെ പഠിക്കുക ഗ്യാങ് പ്ലാങ് എന്ന് പറഞ്ഞാൽ അത് എന്തുവാണ്, അതിന്റെ കൂടെ തന്നെ പഠിക്കുക. ഓക്കെ, 10ാമത്തത് ഓർഡർ, 11ാമത്തത് ഇക്വിറ്റി, 12ാമത് ഇനിഷ്യേറ്റീവ്, 13ാമത്തെ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ആൻഡ് അവസാനത്തതാണ് എസ്പിരിറ്റ് ഡി കോപ്സ്, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഇത്രയും പ്രിൻസിപ്പിളും കൂടെ പഠിക്കുമ്പോൾ നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരുകയാണ്. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, പഠിപ്പിച്ച നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ പാഠത്തില് FW ടൈലർ ആരാന്ന് പരിചയപ്പെട്ടു, ഹെൻറി ഫയോൾ ആരാന്ന് പരിചയപ്പെട്ടു, FW ടൈലറിന്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്. FW ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ 2ാമത്തെ വ്യക്തിയായ ഹെൻറി ഫയോൾ, അദ്ദേഹത്തിന്റെ 14 പ്രിൻസിപ്പിൾ റിപ്പീറ്റഡ് ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചിരിക്കും. അതും എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഈ വട്ടം ഡിസ്കസ് ചെയ്ത പാഠം മനസ്സിലായെന്ന് കരുതുന്നു. നോട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എഴുതിയെടുക്കുക. നല്ല രീതിയിൽ ഈ പാഠം പഠിക്കുക. താങ്ക് യു.